One of the longest serving automobile manufacturer in India ആണ് മഹീന്ദ്ര. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കരവായി ജീപ്പ്. നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ച കാണാം. ഒരു ത്രില്ലാണ് ഇത് ഓടിക്കുന്നതിന്. ഇത് ഏതാ വണ്ടിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ താർ. ഞങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും മഹീന്ദ്രയുടെ ഫാനാണ്. ആദ്യത്തെ ഇന്റർനാഷണൽ കമാൻഡർ ഉണ്ടായിരുന്നു. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കും വെട്ടമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോംബിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് എവിടെ വേണേലും കയറി പൊക്കോളും. രണ്ടുപേരായിട്ട് നമ്മൾ ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഈ വണ്ടി വളരെ സൂപ്പറാണ്. എന്തൊക്കെ പറഞ്ഞാലുവേ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലെ, നമ്മള് വികാരമാണ്. മോഹൻലാലിന്റെ പഴയ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെയും സുഹൃത്തുക്കളും പോകുന്ന ആ വണ്ടിയാണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. മഹീന്ദ്ര എവല്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു റിവ്യൂ അല്ല, ഇതിൽ നിങ്ങളുടെ പങ്കാളിത്തവും അനിവാര്യമാണ്. കാരണം എന്താണെന്നല്ലേ, ഇതിൽ കമൻറ്റ് ചെയ്ത് ഏറ്റവും നല്ല കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ട് അതിൽ വിജയിയാകുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് 15, 2026-നാണ്. ഇത് ഏതാ വണ്ടിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ താർ എന്ന് പറഞ്ഞാൽ ഒരു കള്ളമായിരിക്കും. 1985 ലോഞ്ച് ചെയ്ത MM540 GT. MM540 പറ്റി പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ആ കാലത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്ന ഒരു വാഹനമാണ്. ഇതിനൊരു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ വാഹനത്തിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷേ കേബിൾ ഓപ്പറേറ്റഡ് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു. ഒരു നോബായിരുന്നു, അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ക്രൂസ് എൻഗേജ്ഡ് ആകുമായിരുന്നു. പക്ഷേ ഫോർ സേഫ്റ്റി റീസൺസ് അത് വാഹനം OG ആയിട്ട് കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പം അത് ഡിസെൻഗേജ് ചെയ്തിട്ടായിരുന്നു ഇറക്കിയിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാമായിരുന്നു. ലൈക്ക് ഒരു 50-60 ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ക്രൂസ് കൺട്രോൾ എൻഗേജ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നെ ബ്രേക്ക് ചെയ്യുമ്പം നമ്മൾ മാനുവലി ആ ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്യണം. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ജീപ്പ് സീരീസിലെ ഫസ്റ്റ് വെഹിക്കിൾ വിത്ത് ഡോർ. ഇതിൻ്റെ ഒരു പോസിറ്റീവാണ് ഡോറുള്ള കാര്യം ഡോറില്ലാത്ത ജീപ്പായിരുന്നു അന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിന് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. ഈ ചാനലിൽ നിന്ന് എപ്പോഴും സ്ലിപ്പാകുന്ന ഒരു ടെൻഡൻസിയും അത് തന്നെയല്ല നിന്ന നിപ്പിന് ഈ ഗ്ലാസ് പൊട്ടിപ്പോകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ MM540. നമ്മൾ ഈ കാണുന്ന 540 ഒരു ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നതാണ് കേട്ടോ. കുറച്ച് മാറ്റങ്ങളുണ്ട്. എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ 540 വന്നത് ഒരു സിംഗിൾ ബമ്പറായിരുന്നു. കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു അതിൻ്റെ ആ ഒരു ബമ്പർ. അതിൻ്റെ നടുക്കൊരു ഗ്രൂവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബമ്പർ കണ്ടു കഴിഞ്ഞാൽ മോർ ലൈക്ക് നമ്മുടെ സാധാരണ ജീപ്പിൻ്റെ DI MDI മേജറിനൊക്കെ വന്ന പോലത്തെ ബമ്പറാണ്. അതൊരു മാറ്റം. പിന്നെ ഒരു മാറ്റം ഇതിൻ്റെ ഡാഷ്ബോർഡ് തന്നെയാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് ഇതിൻ്റെ. പിന്നെ സ്റ്റിയറിങ്ങിന് ഒബ്വിയസ്ലി മാറ്റം ഉണ്ടായിരുന്നു. വേറൊരു കാര്യം ഇതിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പർ വാഷർ ഉണ്ടായിരുന്നു. വാഷർ ഇലക്ട്രോണിക്കലി കൺട്രോൾഡോ ഇലക്ട്രിക്കൽ വാഷോ മോട്ടർ ഓപ്പറേറ്റഡ് വാഷർ ഒന്നുമല്ല. നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മൾ കിഡ്സ് ആയിരുന്നപ്പം മറ്റേ വാട്ടർ ബബിൾ ഗെയിം കളിക്കില്ലായിരുന്നു, ചെറിയ സ്ക്രീനിലുള്ള ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം വെള്ളം ചീറ്റുന്ന സംഭവം. അതുപോലത്തെ ഒരു ബട്ടണായിരുന്നു. ആ ബട്ടണിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യണം. ഒരു പ്രാവശ്യം ഒന്നും പ്രസ് ചെയ്താൽ വെള്ളം വരില്ല. ഒരു 3, 4, 5 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് വെള്ളം വരുന്നത്. അതായിരുന്നു ഇതിൻ്റെ വാഷ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കര ലോ ആൻഡ് ടോർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ജീപ്പ്, അതായത് CJ500D ഇതിൻ്റെ ആ സമയത്ത്, അതായത് 87 85 നോക്കുമ്പോൾ
വേറൊരു ജീപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJ500D ആണ്. CJ500D ഫ്രണ്ട് വീൽ ആക്സിലും കൂടെ എൻഗേജ് ചെയ്ത് 4 വീൽ ഡ്രൈവിൽ ഓടിക്കേണ്ട സ്ഥാനത്ത് 540 ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കയറും. ഇത് ഫസ്റ്റ് 4 സ്പീഡ് ട്രാൻസ്മിഷൻ മഹീന്ദ്ര ജീപ്പാണ്. ഇത് സത്യം പറഞ്ഞാൽ മഹീന്ദ്രയാണ് ഇവിടെ ഈ വാഹനം ഇറക്കിയതെങ്കിലും എല്ലാം അവിടുന്ന് ഇവിടുന്ന് കടമെടുത്തതാണെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയില്ല. ഡിസൈൻ തന്നെ, ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈസർ എന്ന് പറയുന്ന ജീപ്പിൻ്റെ ആ ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ, അതിൻ്റെ ആ സെൻറ്ററും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഇപ്പോഴത്തെ കാറിൻ്റെയൊക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിക്റ്റോ ആണ് DI ടർബോ കാറും ഉണ്ട്. അതൊരു കാര്യം. ഇനി സെക്കൻഡ് എൻജിൻ, പ്യൂഷോ സോഴ്സ് 2112cc എൻജിനാണ് ഇതിന് വന്നത്, നാച്ചുറലി ആക്റ്റീവ്. അപ്പോൾ ഗിയർ ബോക്സ് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിലും ഇതിൽ എഴുതിയിട്ടുണ്ട്, ഗിയർ ബോക്സിൽ ഇത് പണിയുന്നവരെ നന്നായിട്ട് അറിയാം, KMT എന്ന് എഴുതിയിട്ടുണ്ട്. KMT മീൻസ് കിയ മോട്ടോഴ്സ് ട്രാൻസ്മിഷൻ. കിയ മോട്ടോഴ്സ് നമ്മൾ ഇന്ത്യൻസ് അറിഞ്ഞു തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പ് മഹീന്ദ്രയ്ക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു കിയ മോട്ടോഴ്സ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു വാഹനമായിരുന്നു. കാര്യം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭയങ്കര സ്മൂത്തായിരുന്നു, സൗണ്ട് കുറവായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ടായിരുന്നെങ്കിലും ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ചെലവ് ഭയങ്കര കൂടുതലായിരുന്നു. ഇത് ഒരുപാട് വോളിയംസ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മഹീന്ദ്രയ്ക്ക് ഈ വാഹനം. ഇത് കൂടുതലും ഉണ്ടായിരുന്നത് കുറച്ചൊരു എലൈറ്റ് ക്ലാസ്, ഒരു നിഷ് സെഗ്മെൻറ്റ് മാത്രമായിരുന്നു. ഡ്യൂ ടു വേരിയസ് റീസൺസ് ഇതിൻ്റെ എന്താ പറയുക, മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ എൻജിനും മറ്റേ എന്താ പറയുക, ഫസ്റ്റ് 500Dക്ക് വന്നിരുന്ന ആ എൻജിനുമായിട്ട് നോക്കുമ്പം അത്രയും ഡിപ്പെൻഡബിൾ അല്ല. ഇത് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര നമ്മൾ ത്രോട്ടിലൊക്കെ കൊടുത്ത് സ്ഥിരം ചൂടാക്കുവാണെങ്കിൽ ഇതിൻ്റെ റിങ്സൊക്കെ വാടിപ്പോകും. MM540 ലോഞ്ച് ചെയ്തത് 1985 ആണ്. ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നത് 1990 ആണ്. ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റേ ഉണ്ടായിട്ടുള്ളൂ. അതിന് MM550DP എന്നുള്ള പേരാണ് മഹീന്ദ്ര കൊടുത്തിരുന്നത്. രണ്ടും തമ്മിലുള്ള വേറൊരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേൺ ഇൻഡിക്കേറ്ററാണ്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ MM540യുടെ ഇൻഡിക്കേറ്റർ ലാമ്പ് വന്നത് ഗ്രില്ലിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ്. പിന്നെ അതിൻ്റെ പൊസിഷൻ ഈ വാഹനത്തിൽ കാണുന്നത് പോലെ ഫെൻഡറിലാക്കി. പിന്നെ റിയർ നോക്കിക്കഴിഞ്ഞാൽ റിയർ ടേൺ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലാമ്പ് ആൻഡ് റിവേഴ്സ് ലാമ്പ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ റിയർ ഫെൻഡറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് അതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് ബമ്പറിൻ്റെ മുകളിൽ വരുന്ന ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെയുള്ളത് ഒറിജിനൽ ആയിട്ടുള്ളത് ഇപ്പോൾ കാണാൻ പോലും കിട്ടാനില്ല. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു MM540 1987 to 2003 വരെ. ആ വാഹനം നല്ല അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തതാണ്. പക്ഷേ ആഫ്റ്റർ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം, ലൈക്ക് ആഫ്റ്റർ 2000 ഒക്കെ വന്നപ്പം എല്ലാ 6 മന്ത്സ് കൂടുമ്പോഴും എൻജിൻ പണിയേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പല പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ വണ്ടി വലിക്കുന്നില്ല, വൈറ്റ് സ്മോക്ക്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിട്ട് ആ വാഹനം നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതല്ലെങ്കിൽ യാത്ര സുഖവും ഒക്കെ സാധാരണ ഇൻ്റർനാഷണൽ ജീപ്പിനേക്കാളും മച്ച് ഹെഡായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഈ 540യെ പറ്റി കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് മോഹൻലാലിൻ്റെ പഴയ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ്റെയും സുഹൃത്തുക്കളും പോകുന്ന ആ വണ്ടിയാണ് MM540. ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല അല്ലേ. ഈ 540യിൽ വന്ന എൻജിന് DP സീരീസ് എന്നാണ് പറയുന്നത്, ഡീസൽ പ്യൂഷോ. പക്ഷേ 540 അല്ലായിരുന്നു ആദ്യ വാഹനം ഈ DP സീരീസ് എൻജിനുമായിട്ട് വന്നത്. CJ640DP എന്ന് പറയുന്ന ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അതായത് 500Dയേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കൂടിയതാണ്. അതിൻ്റെ ഡയമെൻഷനൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത് അറിയില്ല. ഹൗവർ അത് കൂടുതലും അന്നത്തെ കാലത്ത് ഗുഡ്സ് വെഹിക്കിൾ എന്നായിരുന്നു പറഞ്ഞത്. ഗുഡ്സ് പെർമിറ്റ് കിട്ടുമായിരുന്നു. അതായത് കളർ, വാഹനത്തിൽ മൊത്തം കളറും പിന്നെ ഗ്രില്ലിലും ടെയിൽ ഗേറ്റിലും യെല്ലോ അടിക്കുന്ന വാഹനം. ടാക്സി അല്ല, ഗുഡ്സ് പെർമിറ്റ്. അപ്പോൾ ഗുഡ്സ് പെർമിറ്റ് ആയിരുന്നു ഒരുപാട് വണ്ടികൾ. സാധാരണ CJ500D പോലെയുള്ള ജീപ്പുകൾ 3+3+3, അതായത് ഫ്രണ്ടിൽ 3 സീറ്റ്,
ത്രീ പാസഞ്ചർ, റെയറിൽ 2 സൈഡിലും 3 വെച്ചായിരുന്നു. പക്ഷേ അത് 4 ആയിരുന്നു, 4+4+3 ആയിരുന്നു അതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഈ ഡി പി സീരീസിൽ വന്ന ആദ്യ വാഹനം 640 ആണ്. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു വാഹനമാണ് MM540. ഇത് കൂടാണ്ട് ഒരു എൻഡ് ഓഫ് 80s അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 90s വേറൊരു വാഹനം കൂടെ വന്നു. അത് ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ഫ്രം മഹീന്ദ്ര. അതിന് മഹീന്ദ്ര ക്ലാസിക് എന്ന് പറയും. അതിന് വന്നിരുന്ന എൻജിൻ MM540 DPയിൽ വന്നിരുന്ന അതേ 2112cc എൻജിനായിരുന്നു. അന്നത്തെ യുവാക്കൾക്കിടയിൽ ഒരു ഹരം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു വാഹനമായിരുന്നു. ആ വാഹനത്തെ പറ്റി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മോഹൻലാലിൻ്റെ മറ്റൊരു മൂവിയായ നരസിംഹത്തിനകത്ത് കാണിക്കുന്ന ആ ഒരു ചുമന്ന ജീപ്പ്, അതാണ് ക്ലാസിക്. പക്ഷേ അതിനകത്ത് കാണിക്കുന്ന ആ വാഹനം ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ളതാണ്. അത് ഷോർട്ട് വീൽ ബേസ് ആണ്. ഷോർട്ട് വീൽ ബേസ് എന്ന് പറഞ്ഞാൽ CJ500-നേക്കാളും ലെങ്ത് കുറവുള്ള ഒരു വാഹനമാണ്. നല്ല രസമുള്ള ഒരു വാഹനമാണ്. ഒരു ടിപ്പിക്കൽ ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു വാഹനം. നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ ഥാറില്ലേ, ആ ഥാറിൻ്റെ ആ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളും ഒക്കെ ബെറ്ററാണ് കമ്പയർഡ് ടു എ റോക്സ്, ബിക്കോസ് ഇറ്റ് ഈസ് ലോങ്ങർ. അതേപോലെ ഇതിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുവാണെങ്കിൽ CJ3A 3B പോലെയുള്ള വാഹനങ്ങൾ ഷോർട്ട് വീൽ ബേസ് ആയിരുന്നു. അതിനും ഈ അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളും ഒക്കെ ബെറ്റർ ആയിരുന്നു. അതുകൊണ്ട് ഏത് ടെറൈനിലും പോകാൻ പറ്റുമായിരുന്നു. DP സീരീസ് എൻജിൻ പാസഞ്ചർ വെഹിക്കിൾസിന് മാത്രമല്ല, അന്നത്തെ ഗുഡ്സ് ക്യാരേജ് വെഹിക്കിൾസിനും വന്നിട്ടുണ്ട്. മഹീന്ദ്ര പിക്കപ്പൊക്കെ ആദ്യകാലത്തെ DP സീരീസ് എൻജിൻ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഇൻ്റർനാഷണൽ എൻജിനുള്ള പിക്കപ്സ് ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ട് കണ്ട ഇൻ്റർനാഷണൽ ജീപ്പ് മറ്റേ ക്ലോസ് ഫെൻഡർ ടൈപ്പ് ആയിരുന്നു. ഓപ്പൺ ഫെൻഡർ ഉള്ളത് അതിനും മുമ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ആ ഒരു സീരീസ് ഓഫ് പിക്കപ്സ് കണ്ടു കഴിഞ്ഞാൽ 540യുടെ ഫ്രണ്ട് പോലെ ഇരിക്കും. പിന്നെ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമഡ, ഹാർട്ട് ഓഫ് എ ജീപ്പ്, സോൾ ഓഫ് എ കാർ. അതായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഫാമിലി വെഹിക്കിളായിട്ട്. ഈ ജീപ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. എല്ലാവരും ഒന്നും ഇങ്ങനെയുള്ളൊരു വാഹനത്തിൽ പോകാൻ തയ്യാറല്ല. നേരെ മറിച്ച് അർമഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. ഹൗവർ ദാറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അർമഡ ഗ്രാൻഡ് വന്നു. അതും 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് 2000-ലാണ് ബൊലേറോ ലോഞ്ച് ചെയ്തത്. എല്ലാവരും പറഞ്ഞു ദിസ് ഈസ് അനദർ വെഹിക്കിൾ ഫ്രം മഹീന്ദ്ര. മഹീന്ദ്രയ്ക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അവർ മര്യാദയ്ക്ക് ജീപ്പ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ചരിത്രം ബൊലേറോയ്ക്ക് വേണ്ടി കാത്തു വെച്ചത് വലിയൊരു റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത SUV എവർ ഇൻ ഇന്ത്യ ബൊലേറോ ആണ്, പല ജനറേഷൻസ്. അപ്പോൾ ആദ്യം ആ DP സീരീസ് എൻജിനാണ് വന്നതെങ്കിൽ പിന്നെ DI വന്നു, MDI വന്നു, CRD എൻജിൻ വന്നു, പിന്നെ ഇപ്പോൾ 1.5 ലിറ്റർ ടർബോ എൻജിനും വന്നു, 3 സിലിണ്ടർ. പിന്നെ ജീപ്പ് സീരീസിൽ നടന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോഞ്ചസ് എന്ന് പറഞ്ഞാൽ ജീപ്പ് കമാൻഡറാണ്. അത് DI 650 ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ ആ DI എൻജിനോട് കൂടി വന്ന ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ജീപ്പിൻ്റെ പോലെ തോന്നിക്കുന്ന 3 റോ സീറ്റിംഗ് ഉള്ള കമാൻഡർ. അതോടൊപ്പം MM750 DP, അതായത് പ്യൂഷോ എൻജിനോട് കൂടി ഫ്രണ്ട് കണ്ട 540 പോലെ ഇരിക്കുന്ന കമാൻഡറും ഇറങ്ങിയിരുന്നു. അത് മാത്രമല്ല 540യുടെ ഫ്രണ്ട് പോലെ തോന്നിക്കുന്ന മറ്റൊരു ഫുൾ ബോഡി ഉള്ളൊരു വെഹിക്കിളായിരുന്നു മാർഷൽ എന്ന് പറയുന്നത്. മാർഷലിൻ്റെ പ്രിഡിസസറായിട്ടുള്ള മോഡലൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ 3 റോ സീറ്റിംഗ് ആയിരുന്നു, ഫുൾ ബോഡി ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ആ കാലത്ത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബൊലേറോയുടെ കാലഘട്ടം 2000 കഴിഞ്ഞിട്ട് കമാൻഡർ പിന്നെ റീലോഞ്ച് ചെയ്തു ഒരു എക്കണോമി എന്നുള്ള രീതിയിൽ. കമാൻഡർ ശരിക്കും ഭയങ്കര ടോപ്പുള്ള എൻജിനാണ്. സെയിം ഇതാണെങ്കിൽ അവർ ടോപ്പ് കൂട്ടി പമ്പിലുള്ള കോൺഫിഗറേഷൻ ഡിഫറെൻ്റ് ആക്കിയപ്പം അതിൻ്റെ കേപ്പബിലിറ്റി ബെറ്ററാണ്. ഹൗവർ അതൊരു ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഒന്നും കൊടുക്കാതെ റിയർ വീൽ ഡ്രൈവ് മാത്രമാണ്. അതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കുറച്ചുകൂടെ എലോങ്ങേറ്റഡ് ആണ്, കാര്യം ബോഡി അത്രയും വലുതായതുകൊണ്ട്. അതിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമല സൂര്യോദയം കാണാനായിട്ട് പോകുമ്പോൾ ഈ ജീപ്പ് സഫാരി ആണല്ലോ, അത് കംപ്ലീറ്റ് ഈ കമാൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഫേസ് ലിഫ്റ്റ് വന്നപ്പം വേറൊരു വ്യത്യാസം ഈ 540ക്ക് ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ 540യുടെ എക്സോസ്റ്റ് പൈപ്പ് വന്നത് ഇവിടെയായിരുന്നു, ഈ ഒരു ഭാഗത്തായിരുന്നു. അതിങ്ങോട്ട് റീപൊസിഷൻ ചെയ്തു. പിന്നീട് പിൽക്കാലത്തുള്ള ജീപ്പിനും അഥവാ യൂട്ടിലിറ്റി വെഹിക്കിൾസിനെല്ലാം വന്നതുപോലെ
റിയറിലേക്കായിരുന്നു എക്സോസ്റ്റ് പൈപ്പ് വന്നത്. ഈ ഒരു ഗ്രില്ലിൽ 7 സ്ലോട്ടാണ്. 1 2 3 4 5 6 7. ഈ ഒരു വെന്റ് നോക്കിക്കഴിഞ്ഞാൽ 7 വെന്റ്സ് ആണ് വരുന്നത്. ഇത് വില്ലീസ് ആയാലും ഫോർഡ് ആയാലും പിന്നെ മഹീന്ദ്ര ആയാലും ഇപ്പോൾ ഉള്ള ജീപ്പിനും എല്ലാം ഈ ഒരു 7 സ്ലോട്ട് വരുന്നുണ്ട്. ഈ 7 സ്ലോട്ട് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 7 കോണ്ടിനെൻറ്റ്സ് ആണ്. M540ക്ക് ഡീസൽ കൂടാണ്ട് ഒരു പെട്രോൾ വേരിയൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അതിൽ വന്ന എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 ഇസൂസു സോഴ്സ്ഡ് എൻജിനാണ്. ആ സെയിം എൻജിനായിരുന്നു ആ കാലത്തെ അംബാസഡർ കാറുകൾക്കും വന്നിരുന്നത്. പക്ഷേ അതൊരു മാസ് പ്രൊഡക്ഷൻ വെഹിക്കിൾ അല്ലായിരുന്നു. അത് ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു വാഹനമാണ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പ്യൂഷോ എൻജിന് മഹീന്ദ്ര ആസ് എ ബ്രാൻഡ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. അതോടൊപ്പം കിയ മോട്ടോഴ്സ് ട്രാൻസ്മിഷൻ. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു കിയ മോട്ടോഴ്സിൻ്റെ ട്രാൻസ്മിഷൻ മഹീന്ദ്രയ്ക്ക് യൂസ് ചെയ്തിരുന്നു? കമൻറ്റ് ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ നിങ്ങളുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ബെസ്റ്റ് കമൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 15-ന് അത് അനൗൺസ് ചെയ്യുന്നതാണ്, ആരാണ് വിന്നർ എന്നുള്ളത്. അതുകൊണ്ട് വേഗമാകട്ടെ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീപ്പ് എന്തൂസിയാസ്റ്റിന് അയച്ചു കൊടുക്കണം. ഇനി നെക്സ്റ്റ് എപ്പിസോഡ്സ് വരാൻ ബാക്കിയുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.